ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അനിയൻ്റെ കൂടെയുള്ള ഒരു ദിവസമാണ്. അവൻ സിംഗപ്പൂർ പോയിട്ട് ഒരു 1.5 വർഷത്തിന് ശേഷം തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനും അവനും കൂടെ 1-2 സ്ഥലങ്ങളിൽ പോയിട്ടുള്ളതാണ് ഈ ഒരു വ്ളോഗിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്തെ മ്യൂസിയത്താണ്. അപ്പോൾ നല്ല വെയിലുള്ള സമയമായിരുന്നു. അപ്പോൾ മ്യൂസിയത്തിനകത്ത് കയറുന്നതിന് മുന്നേ ഞങ്ങളൊരു ലൈം ജ്യൂസ് കുടിച്ചു. അതിനുശേഷമാണ് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറുന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ അവധി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ മലയാളികൾ മാത്രമല്ല, വേറെ സ്റ്റേറ്റിൽ നിന്നും ഒരുപാട് ആളുകൾ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ഒത്തിരി വർഷമായിട്ട് മ്യൂസിയത്തൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒന്ന് അതുവരെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് 30 രൂപയാണ് ടിക്കറ്റ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു കുരങ്ങൻ്റെ സെക്ഷനാണ്. സിംഹവാലൻ കുരങ്ങൻ്റെ ഈ ഒരു സെക്ഷനാണ് നമുക്കിവിടെ ആദ്യം കാണാനായിട്ട് പറ്റുന്നത്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇവിടെ മ്യൂസിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്ന് കാണുമ്പോൾ അതൊരു വേറൊരു ഫീലായിരുന്നു. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലങ്ങളും കൂടുകളൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്ത് മൃഗങ്ങൾ വളരെ ഇപ്പോൾ കുറവാണ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലെല്ലാം കാടെല്ലാം കയറി പുല്ലെല്ലാം കയറിയിട്ട് അവർ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാത്തത് പോലെ എനിക്ക് തോന്നി. പല കൂടുകളിലും പേര് വെച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് പറയുന്ന ആ പേരിലുള്ള ഒരു മൃഗങ്ങളും അതിനകത്ത് ഇല്ലായിരുന്നു. പല സ്ഥലങ്ങളിലും വെറും കൂട് മാത്രമാണ് ഇരിക്കുന്നത്. എന്തായാലും 30 രൂപയ്ക്ക് നമുക്കൊന്ന് കംപ്ലീറ്റ് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ അതിനകത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് സമയം പോകാനൊക്കെ വേണ്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെയൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ് വർത്താണ്. ഈ ഒരു സ്ഥലത്ത് പുലിയായിരുന്നു അവർ ഫ്ലക്സ് ഈ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഒന്ന് നോക്കിയിട്ട് പുലീനെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊരു ഉച്ച സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ ഈ ആനിമൽസ് എല്ലാം പുറത്തേക്ക് വരാത്തത് എന്ന് അറിയില്ല. ചിലപ്പോൾ അവർ തണലിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. എന്തായാലും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരു വെയിലൊക്കെ താഴ്ന്നതിന് ശേഷം ഒരു വൈകുന്നേരം ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ എല്ലാ ആനിമൽസിനെയും കാണാനായിട്ട് പറ്റും. ഞങ്ങൾ പോയപ്പോൾ എന്തായാലും പല സ്ഥലങ്ങളിലും കൂടുകൾ മാത്രമേ കണ്ടുള്ളൂ. അതിനകത്തൊന്നും മൃഗങ്ങളെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇത്രയും സ്പേസ് ഒരുപാട് സ്പേസ് ഉണ്ട്, ഒരുപാട് മൃഗങ്ങൾക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ അതിനകത്തൊന്നും ഒരു മൃഗങ്ങളെ പോലും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ പതിയെ എല്ലാം കണ്ട് അങ്ങനെ നടക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും മ്യൂസിയത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ മാനായിരുന്നു. ഒരുപാട് മാനുകൾ ആ ഒരു പോർഷനിലുണ്ട്. ഇതിൽ കാണുന്ന പോലെ ഭയങ്കര വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തണൽ ആ ഒരു സ്ഥലത്തൊക്കെയാണ് കൂടുതലും മാനുകളൊക്കെ ഇരിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കോഴികളും അതുപോലെ ബേർഡ്സൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളെയാണ് കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു ആനിമൽസിനേക്കാളും നമ്മളെയാണ് കൂടുതലും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കൂടുകളിലൊന്നും വലുതായിട്ട് ഒന്നും കണ്ടില്ല. അതിനകത്തുണ്ടോ ഇല്ലയെന്ന് ഞാനും അനിയനും കൂടെ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പല കൂടുകളും ഇപ്പോൾ ഒഴിഞ്ഞാണ് കിടക്കുന്നത്. അതിനകത്തൊന്നും ഒരു സാധനങ്ങളും ഇല്ല. പിന്നെ ഈ ഒരു ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് അതിനകത്തുള്ള മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ടോ, ഇതുപോലെ നമ്മൾ എത്തി നോക്കുമ്പോഴാണ് ഇതുപോലുള്ള പക്ഷികളെയും അതുപോലെ തന്നെ കോഴികളെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്തായാലും നമ്മൾ ഓരോരോ കൂടിനകത്ത് പോയി എത്തിയും ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. ഈ ഒരു ബേർഡിനെ മാത്രമാണ് നമ്മൾ ആ ഒരു കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് ആ ഒരു ബേർഡ് മാത്രമാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം കൂടിനകത്തും പിന്നെ ചില കൂടിനകത്തും ഒന്നുമേ ഉണ്ടായിരുന്നില്ല. അടുത്ത് നമ്മൾ പോകുന്നത് ഈ ഒരു വെള്ളിക്കോഴിയുടെ സെക്ഷനിലാണ്. അപ്പോൾ ഈ ഒരു കോഴി നമ്മൾ ആദ്യം നോക്കിയപ്പോൾ ഒന്നും അതിനകത്തൊന്നും കണ്ടില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി അകത്തേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങ് ഒത്തിരി ഉള്ളിലേക്കാണ് ആ ഒരു കോഴി അകത്തേക്കാണ് കയറിയിരിക്കുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് നക്ഷത്ര ആമയുടെ സെക്ഷനിലോട്ടാണ്. നക്ഷത്ര ആമ നമ്മൾ പോയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെക്ഷനിൽ പോയപ്പോഴത്തേക്ക് നമുക്ക് നക്ഷത്ര ആമേനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറേ സമയം നമുക്ക് നടന്ന്
തിരിയാനുള്ള ഒരു സ്പേസ് ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ രാവിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും ഒരു 1-2 മണിക്കൂറൊക്കെ വളരെ ഈസി ആയിട്ട് പോവും. ഈ ഒരു സെക്ഷനിലും ഒരുപാട് സ്പേസ് ഉണ്ട്. പക്ഷേ ഇതിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൃഗങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്, ഒരുപാട് പുല്ലും ചെടികളൊക്കെ നിൽക്കുന്ന ഒരു സ്പോട്ടാണ്. പക്ഷേ അതിനകത്ത് മൃഗങ്ങളെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി വെയിലായതുകൊണ്ട് ഉള്ളിലോട്ട് വല്ലതും ഇരിക്കുകയാണോ എന്നറിയില്ല. അടുത്ത സെക്ഷൻ വന്നപ്പോൾ നമ്മുടെ കരടിയുടെ സെക്ഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വെയിലായിരുന്നതുകൊണ്ട് തന്നെ ആ ഒരു തണലത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ഒരു കരടി ഈ ഒരു മരത്തിൻ്റെ ആ ഒരു മണ്ടയിലിരുന്നാണ് ഉറങ്ങുന്നത്. അപ്പോൾ കരടീനെ എന്തായാലും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെടി നിങ്ങൾക്ക് അറിയായിരിക്കും, നാഗപുഷ്പം എന്നാണ് ഇതിൻ്റെ പൂവിനെ പറയുന്നത്. എനിക്കെപ്പോഴും ഈ ചെടി കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. കാരണം പണ്ട് നമ്മൾ ഈ നന്ദിനി സീരിയലൊക്കെ കാണുമ്പോൾ അതിൽ പാമ്പ് ചെന്ന് എടുക്കുന്ന ഒരു പൂവാണിത്. അപ്പോൾ എപ്പോഴും ആ ഒരു പൂവ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റും കുഞ്ഞിലെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ ചുറ്റും എപ്പോഴും പാമ്പുണ്ടാവും എന്നൊക്കെ പണ്ട് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മ്യൂസിയത്തിൻ്റെ ആ ഒരു വെയിലിൽ തന്നെ ഇങ്ങനെ നടന്നു പോവാണ്. എൻ്റെ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളവും കൂടെ ഉണ്ട്. കാരണം നമ്മൾ നടന്ന് ഈ ഒരു വെയിലത്ത് വെള്ളം ഇല്ലാതെ എന്തായാലും നമുക്ക് പോയിട്ട് വരാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും വെള്ളവും കൂടെ കൊണ്ടുപോവുക. ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്ത് കുറച്ചെങ്കിലും ആനിമൽസ് കൂടി നിന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സ്പോട്ടാണ്. ഹിപ്പോപ്പൊട്ടാമസ് ആണ് ഈ ഒരു സ്പോട്ടിലുള്ളത്. നമ്മൾ ഉള്ളിൽ കയറിയതിന് ശേഷം കുറച്ചെങ്കിലും മൃഗങ്ങളെല്ലാം ഒന്നിച്ചൊക്കെ നിൽക്കുന്നതായിട്ടൊരു 4-5 എണ്ണത്തിന് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പോട്ട് ഇതായിരുന്നു. ആ ഒരു ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇവിടെ 1-2 എണ്ണവും അതുപോലെ അപ്പുറത്തെ സൈഡും ഒരു 2-3 എണ്ണമൊക്കെ ആ ഒരു സ്പോട്ടിലും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ വൈകിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആനിമൽസിനെ കാണാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയും വെയിലായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒന്നും കാണാൻ പറ്റാതെ ഉണ്ടായിരുന്നത്. അടുത്ത് നമ്മളിത് ഈ ഒരു സ്പോട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് എന്ത് ആനിമലാണെന്ന് എനിക്കിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ ആനിമൽസിനെയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി പാവം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല വെയിലായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും എല്ലാ ആനിമൽസും ആ ഒരു തണലുള്ള പോർഷനിലാണ് ഇതുപോലെ ഇങ്ങനെ നിരന്ന് ഒരു ക്യൂ പോലെയാണ് എല്ലാവരും അവിടെ ഇരിക്കുന്നത്. തണൽ നോക്കിയാണ് എല്ലാവരും ഓരോരുത്തരുടെയും ബാക്കായിട്ട് അങ്ങനെ ക്യൂ പോലെ വരിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത സ്പോട്ട് പോയപ്പോൾ ഇതുപോലെ കുറേ ബേർഡ്സ് ഇങ്ങനെ പറന്ന് ഒന്നിച്ച് കൂട്ടത്തോടെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇതെല്ലാം ഈ മ്യൂസിയത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ ഒരു മരത്തിൽ താമസിക്കുന്ന കിളികളാവാനാണ് ചാൻസ് കൂടുതലും. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെയും ഒരുപാട് കിളികളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. പ്രാവാണോ കിളികളാണോ എന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ അതെല്ലാം കണ്ട് അടുത്ത് നമ്മൾ പുലിയുടെയും സിംഹത്തിൻ്റെയും സെക്ഷനിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. ഈ ഒരു പോർഷനിലൊക്കെ നല്ല തണലുണ്ട്. കാരണം ഒരുപാട് വലിയ മരങ്ങളുള്ളതുകൊണ്ട് തന്നെ നല്ല തണലുണ്ടായിരുന്നു ഇവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനിമൽസൊക്കെ കുറേ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം കുറച്ച് മാനിൻ്റെ സെക്ഷനായിരുന്നു അത്. അതിനുശേഷം നമ്മൾ സിംഹത്തിനെയും പുലിനെയൊക്കെ കാണാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. സിംഹവും പുലിയൊക്കെ ഭയങ്കര ക്ഷീണിച്ച് കിടക്കുകയാണ്. ആർക്കും വലിയ അനക്കമൊന്നുമില്ല. എനിക്ക് സിംഹത്തിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ആ ലയൺ കിങ് ഫിലിമൊക്കെയാണ് ഓർമ്മ വന്നത്. ഈ കൂട്ടിനകത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ കാലിയായിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മൾ സിംഹത്തിനെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിംഹത്തിനെ എങ്ങനെ കാണും എന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്ന സമയത്താണ് നമ്മൾ നിന്ന സ്പോട്ടിലേക്ക് തന്നെ ആ സിംഹം നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ഒരു പോർഷൻ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു നാഗപുഷ്പത്തിൻ്റെ ആ ഒരു പോർഷൻ്റെ അവിടെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത്. അവിടെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു സിംഹത്തിനെ കാണാൻ. പക്ഷെ അവിടെയൊന്നും സിംഹം വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നിന്ന ഈ ഒരു ഇപ്പുറത്തെ പോർഷനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെക്ഷനിൽ മാൻ പോലത്തെ എന്തോ ഒരു മൃഗമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ മാൻ നമ്മൾ കണ്ടു. 2-3 സെക്ഷനിൽ സെപ്പറേറ്റ് മാനിൻ്റെ സെക്ഷൻ മാത്രം സെപ്പറേറ്റ് കുറേ ഉണ്ടായിരുന്നു. ഈ ഒരു മുൾവേലിക്കകത്ത് അവിടെ എഴുതി വെച്ചിരുന്നത് മുതലയായിരുന്നു. പക്ഷെ അതിനകത്ത് മുതലയൊന്നും ഞങ്ങൾ കണ്ടില്ല. ഈ ഒരു വെള്ളത്തിനകത്ത് ഒരു ആമ മാത്രമാണ് ഉണ്ടായിരുന്നത്. മുതലേനെ ഒന്നും ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത് നമ്മൾ പോകുന്നത് പാമ്പിൻ്റെ സെക്ഷനിലേക്കാണ്. പണ്ട് നമ്മൾ വന്ന സമയത്ത് ഒരുപാട് വെറൈറ്റി പാമ്പുകളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ വലിയ രീതിക്കൊന്നും വെറൈറ്റി ഒന്നും ഇല്ല. ആ പഴയ സാധനങ്ങളൊക്കെ തന്നെയാണ്. ചില കൂടുകളിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതാ ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കുറേ ഇതിനകത്തും ആമകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓരോ കൂടിനകത്തും എന്താണെന്ന് അതിൻ്റെ താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ആമയും
പിന്നെ നീർക്കോലി അങ്ങനത്തെ സെക്ഷനൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആമ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഈ ഒരു കൂട്ടിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അടുത്ത് നമ്മൾ പോകുന്നത് അടുത്ത സെക്ഷനിലേക്കാണ്. പല കൂട്ടിനകത്തും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ കൂട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അകത്തൊക്കെ ഇരിക്കുകയാണോ എന്ന് അറിയില്ല. നമ്മൾ കുറച്ച് സമയം എല്ലായിടത്തും നോക്കിയായിരുന്നു, പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. ഇത് നമ്മുടെ അനോക്കോണ്ടയുടെ സെക്ഷനാണ്. അനോക്കോണ്ട നമുക്ക് കാണാൻ പറ്റി, കാരണം നമ്മൾ പോയ സമയത്ത് തന്നെ നേരെ ഫ്രണ്ടിൽ ഇതാ കിടക്കുന്നുണ്ട്. നല്ല വലിയ അനോക്കോണ്ടയായിരുന്നു. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അത്രയും നീളവും വണ്ണമൊന്നുമില്ല, എന്നാലും ഏകദേശം അതുപോലെ നമ്മൾ ഫിലിമിൽ കാണുന്നതിൻ്റെ ഒരു കുറച്ചൊന്ന് ചെറുതായിട്ടാണ് ഇവിടുത്തെ അനോക്കോണ്ട ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു പാമ്പിൻ്റെ സെക്ഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ സമയത്ത് ഈ ഒരു ചെടി കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പൂവാണ്. ടോർച്ച് ജിഞ്ചർ എന്നാണ് ഇതിൻ്റെ പേര്. എന്തായാലും നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ KFC കഴിക്കാം എന്നാണ് പറഞ്ഞത്, പക്ഷെ അനിയൻ എന്നെ നേരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് മെക്ഡൊണാൾഡ്സിലാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ മെക്ഡൊണാൾഡ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അനിയൻ സിംഗപ്പൂർ ആയിരുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം അവൻ കഴിച്ച് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അടിപൊളിയാണ്, KFCയെക്കാളും സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്നത് ഈ ഒരു ബർഗറാണ്. ആദ്യമായിട്ടാണ് ഞാൻ ബർഗർ കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ബൈറ്റാണ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, കാരണം അതിനകത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനും പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ആ ഒരു ബന്നും നല്ല സോഫ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കാം. ഈ ഒരു കുഞ്ഞു പാക്കറ്റിൽ വരുന്ന ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കൈ വെച്ച് പൊട്ടിക്കാൻ നോക്കി, പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കടിച്ച് കുറേ സമയം എടുത്തിട്ടാണ് അത് പൊട്ടിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു കെച്ചപ്പും കൂടെ ചേർത്തിട്ട് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൊമാറ്റോ കെച്ചപ്പും കൂടെ യൂസ് ചെയ്ത് കഴിച്ചപ്പോൾ കുറച്ചും കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഇതിനകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള കുറച്ച് സോസസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു ബർഗർ കഴിക്കാനായിട്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം ഞാൻ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ കൂടെ ക്യാബേജ് ഒക്കെ ഇങ്ങനെ ഇളകി പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നീടും കഴിക്കുന്നത്. ഈ ഒരു ബർഗറും പിന്നെ ഒരു സ്മൂത്തിയും പിന്നെ കുറച്ച് ഫ്രൈഡ് ചിക്കനൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബർഗർ കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതൊന്നും ഡെയിലി കഴിക്കാനായിട്ടൊന്നും പറ്റാറില്ല. KFC ആണെങ്കിലും ഒക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 2-3 മാസത്തിലൊക്കെ ഒരിക്കലൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ കഴിക്കാൻ കിട്ടുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്ത് കഴിക്കാറുണ്ട്. ഞാൻ KFCയിലെ ബർഗർ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ബർഗറിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തായാലും ഞാനിവിടെ നല്ല സമയമെടുത്ത് പതിയെ ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അനിയൻ ബർഗർ കഴിച്ച് ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാനിവിടെ ബർഗറിൻ്റെ ബാക്കി കഴിക്കാനായിട്ടിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ബർഗർ എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല എൻജോയ് ചെയ്ത് തന്നെ ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്കൊരു സ്മൂത്തിയാണ് അവൻ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെ നോർമൽ ഒരു ഷാർജയൊക്കെ കുടിക്കുന്ന ആ ഒരു ഫീലായിരുന്നു എനിക്ക്. എന്ത് പേരാണെന്നുള്ളത് എനിക്ക് മറന്നുപോയി. അപ്പോൾ എന്തായാലും ആ ഒരു സ്മൂത്തിയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ബർഗറിൻ്റെ ബാക്കി കഴിക്കുകയാണ്. അപ്പോൾ അവൻ ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് സ്പ്രൈറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സ്മൂത്തിനേക്കാളും ഈ ഒരു സ്പ്രൈറ്റാണ് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഞാനൊരു 2 വാ കുടിച്ചതിന് ശേഷം തിരിച്ച് അവന് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി ബർഗർ ഇതാ കഴിക്കുകയാണ്. നല്ല പതിയെയാണ് ഞാൻ ഓരോന്നും കഴിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല ചൂടായിരുന്നു. ചൂട് മാത്രമല്ല നല്ല സ്പൈസി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചൂടിൻ്റെ കൂടെ നല്ല എരിവുള്ള ഫ്രൈഡ് ചിക്കൻ കൂടെ കഴിച്ചപ്പോൾ ഭയങ്കര എരിവായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ കൂടെ അവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മയോണൈസും കൂടെ വരുന്നുണ്ട്. അത് നല്ല ടേസ്റ്റായിരുന്നു. നല്ല എരിവും ചൂടൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നത്. എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും സ്പൈസി ആയിരുന്നു. ഞങ്ങളൊരു ഓറിയോ ഐസ്ക്രീം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം അത്രയും സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കഴിച്ചിട്ട് ഈ ഒരു ഐസ്ക്രീം കഴിച്ചപ്പോൾ നല്ല ഒരു ആശ്വാസം കിട്ടി. അവരുടെ ഐസ്ക്രീമും നല്ല ടേസ്റ്റായിരുന്നു. ആദ്യമായിട്ടാണ് മെക്ഡൊണാൾഡിൽ ഐസ്ക്രീം ഉള്ള കാര്യം എനിക്ക് അറിയാവുന്നത്. KFCയിലൊക്കെ ഐസ്ക്രീം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇത്രയും കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെയും 3 പീസ് ചിക്കൻ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം അനിയനുമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.